എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് സാസുരിയും കില്ലർബിയും അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിട്ടി ഫൈറ്റ്. കില്ലർബി ഓരോ തവണ സാസുരിയുടെ പപ്പടുകളെ തല്ലി തകർക്കും തോറും വീണ്ടും വീണ്ടും അവൻ പപ്പടുകളെ ക്രിയേറ്റ് ചെയ്യും. മറ്റൊരു ഭാഗത്ത് നറൂട്ടോ അവൻ റസൻഗൺ പവർ ഉപയോഗിച്ച് ദേദുരെ അറ്റാക്ക് ചെയ്യും. അപ്പോഴായിരിക്കും ഒറോച്ചിമാറു അവൻ ദേദുരോട് വിളിച്ചു പറയാ, ഇനി മുതൽ അക്കാസ്കി ടീമില് ഞാൻ ഉണ്ടാവില്ല. സോ ഈ കാര്യം എല്ലാ അക്കാസ്കി ടീമിനെയും നിങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ പറന്നു പോവും. അത് കേട്ട് ദേദുരയും സാസുരിയും അവരെല്ലാവരും ഇപ്പൊ ഷോക്കാവും. അടുത്ത സെക്കൻഡ് ദേദുരയും സാസുരിയും അവർ രണ്ടുപേരും കുട്ടപ്പനെയും കില്ലർബിയെ അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. അപ്പോഴായിരിക്കും അഫു അവളിപ്പോ അവിടേക്ക് പറന്നു വരിക. നറൂട്ടോ ചോദിക്കും, ഇതേതാ യുദ്ധഭൂമിയില് പുതിയൊരു പട? അതിന് കില്ലർബി പറയും, ഇവളാണ് സെവൻ ടൈല്. അത് കണ്ട് സാസുരി അവൻ ഷോക്കാവും. സാസുരി ദേദുരയോട് പറയും, അവരിപ്പോ 4 പേരുണ്ട്, നമ്മളാണെങ്കിൽ വെറും 2 പേര്. ഒരു കാരണവശാലും നമുക്ക് ഇവരോട് ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ കഴിയില്ല. സോ ജീവൻ വേണമെങ്കിൽ ഓടിക്കോ എന്ന് നിലവിളിച്ച് അവർ 2 പേരും അവിടുന്ന് രക്ഷപ്പെട്ടു പോവും. ഇവിടെ കില്ലർബി ആണെങ്കിൽ ആ 7 ടൈലിന്റെ അടുത്തേക്ക് വരും. കില്ലർബി ചോദിക്കും, നീ 7 ടൈൽ അല്ലേ? ഞാൻ ആക്ച്വലി നിന്നെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. നിനക്ക് വിരോധമില്ലെങ്കിൽ നമുക്ക് ഫീസ്റ്റ് ബോംബ് അടിച്ചാലോ ചോദിച്ച് കില്ലർബി കൈ നീട്ടി നിൽക്കും. പക്ഷെ ഫൂ ആണെങ്കിൽ അത് കണ്ട് പേടിച്ച് നിൽക്കും. കില്ലർബി വീണ്ടും ഫീസ്റ്റ് ബോംബ് അടിക്കാനായി അവളുടെ അടുത്തേക്ക് വരും. പക്ഷെ ഫൂ അവൾ പേടിച്ച് പുറകിലേക്ക് മാറും. ഉടനെ കുട്ടപ്പൻ അവളുടെ കൈ പിടിച്ച് വലിച്ച്, ജസ്റ്റ് ഒരു ഫീസ്റ്റ് ബോംബല്ലേ, അതങ്ങ് അടിക്കെന്ന് പറയും. അതിനവള്, അയ്യോ ഇല്ല, എന്നെ കൊണ്ട് വയ്യ. കുട്ടപ്പൻ വീണ്ടും ശക്തിയായിട്ട് അവളുടെ കൈ പിടിച്ച് വലിക്കും. അവള് ഫുൾ കലിപ്പില് അങ്ങനെ ചാടി വന്ന് കുട്ടപ്പനിട്ടൊരു ഒറ്റ ഇട്ടി. ആ ഒരു ഇട്ടിയില് കുട്ടപ്പൻ കറങ്ങി അടിച്ച് താഴെ വീഴും. അതിനുശേഷം അവള് കുറച്ചു ദൂരം പുറകിലേക്ക് പറന്നകലും. അത് കണ്ട് കില്ലർബി പറയും, ഓ നോ, നീ ഞങ്ങളെ വിട്ട് പോവാണോ? നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു മിഷൻ അത് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഉടനെ ഗാറ ഇപ്പോ അവളുടെ അടുത്തേക്ക് വരും. നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളെല്ലാവരും ഒരേ ടീമാണ്, നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ടവരാണ്. സോ സമാധാനമായിട്ട് നീ ഫീസ്റ്റ് ബോംബ് അടിക്ക്. അവൾക്കാണെങ്കിൽ ഇപ്പോഴും വല്ലാത്തൊരു ടെൻഷൻ. പക്ഷെ ഗാറയെ കാണുമ്പോ അവൾക്ക് എന്തോ ഒരു വിശ്വാസം തോന്നി അവനുമായിട്ട് ഫീസ്റ്റ് ബോംബ് അടിക്കും. ഉടനെ അവരുടെ ഇമോഷൻസ് അത് പരസ്പരം എക്സ്ചേഞ്ച് ആവും. കില്ലർബിക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷാവും. വാവ്, എന്തായാലും അത് കംപ്ലീറ്റ് ആയല്ലോ. എനിക്ക് ഫീസ്റ്റ് ബോംബ് കിട്ടിയില്ലെങ്കിലും ഗാറയ്ക്ക് കിട്ടിയല്ലോ. സോ ഇനി മുതൽ നമ്മൾ 4 പേരും ഒറ്റക്കെട്ടാണ്, ഒരേ ടീമാണ്. കട്ട് ചെയ്താ അവരെല്ലാവരും ചേർന്ന് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പോവാണ്. കില്ലർബി പറയും, ഒരു പ്രിൻസസ്, അവളാണ് എല്ലാ മോൺസ്റ്റേഴ്സിനെയും ഇപ്പൊ അബ്സോർബ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അവൾ കണ്ണിൽ കാണുന്ന ബീസ്റ്റുകളെല്ലാം തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരെയും പിടിച്ച് അക്കാസ്കി ടീം 10 ടൈലിനെ ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെത്രയും പെട്ടെന്ന് നമുക്ക് തടയണം, അല്ലെങ്കിൽ വലിയ അപകടമാണ്. കില്ലർബി പറയും, എങ്ങനെയെങ്കിലും ആ പ്രിൻസസിനെ അവരെ പ്രൊട്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ അവർ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബീസ്റ്റുകളെ മുഴുവൻ അക്കാസ്കി ടീം അവർ സ്വന്തമാക്കും. ഓൾറെഡി അവരെ പ്രൊട്ടക്ട് ചെയ്ത് ഒരുപാട് സാമുറായി ടീംസ് ഉണ്ട്. പക്ഷേ അവരെ കൊണ്ട് മാത്രം അക്കാസ്കി ടീമിനെ പ്രിവെന്റ് ചെയ്യാൻ കഴിയില്ല. സോ നമ്മളും ചേർന്ന് ആ ഒരു കാസ്റ്റലിനെയും പ്രിൻസസിനെയും പ്രൊട്ടക്ട് ചെയ്യണം. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ദൗത്യം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അവരെല്ലാവരും ഇപ്പൊ 4th ടൈലിന്റെ അടുത്തേക്ക് വരും. ഉടനെ 4th ടൈല് പറയും, നിങ്ങൾ വരുന്നതിന് അല്പം മുൻപ് ഒരുപാട് വില്ലന്മാര് ഇവിടേക്ക് വന്നിരുന്നു. ഗ്രാമത്തിലുള്ള ഒരുപാട് കൊച്ചു കുഞ്ഞുങ്ങളെ അവര് കടത്തിക്കൊണ്ടുപോയി. അത് കേട്ട് ഗാറ അവൻ മുകളിലേക്ക് നോക്കും. അപ്പോൾ ഒരു വലിയ പരുന്ത് അവർക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുന്നത് അവര് കാണും. അടുത്ത സെക്കൻഡ് ആ പരുന്തിന്റെ മുകളിൽ നിന്ന് സാക്ഷാൽ സാസുക അവനിപ്പോ താഴേക്ക് ചാടും. നറൂട്ടോ ഷോക്കായിട്ട്, സാസുകെ, ഇത് നീ ആയിരുന്നോ? ഇത്രയും കാലം നീ എവിടെയായിരുന്നു? എത്രയും പെട്ടെന്ന് നീ ഇപ്പൊ തന്നെ എന്റെ കൂടെ ഗ്രാമത്തിലേക്ക് തിരികെ വരണം. അത് കേൾക്കുമ്പോൾ തന്നെ സാസുക പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും ആ ഗ്രാമത്തിലേക്ക് വരില്ല. ഉടനെ നറൂട്ടോ, നീ ഇപ്പോഴും ആ അക്കാസ്കി ടീമിനെ വിശ്വസിച്ച് അവരുടെ കൂടെ കൂടി ഒരുപാട് മിസ്റ്റേക്ക് ഒക്കെ ചെയ്യാണല്ലേ? നിനക്കൊരു കാര്യം അറിയോ? അക്കാസ്കി ടീമിൽ നിന്ന് ഹിറ്റാച്ചി അവൻ പുറത്തു വന്നു കഴിഞ്ഞു. അവൻ ആക്ച്വലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് നിന്നെയാണ്. അപ്പൊ അതേ സമയത്ത് ഒറോച്ചിമാറും കബൂട്ടോയും അവർ 2 പേരും അവിടേക്ക് വരും. ഒറോച്ചിമാറു അവൻ സാസുകയോട് പറയും,
ഇവരുടെ 4 പേരുടെയും പവർ അതിപ്പോ കുറഞ്ഞിരിക്കുകയാണ്. ഇവരുടെ 4 ബീസ്റ്റുകൾക്കും ഇപ്പൊ അത്രയും പവറില്ല. സോ ഈ സമയമാണ് കറക്റ്റ് സമയം. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവരെ അറ്റാക്ക് ചെയ്ത് ഇവരുടെ ബോഡിയിലെ ബീസ്റ്റുകളെ നമുക്ക് സ്വന്തമാക്കാം. അതിന് സാസുക പറയും, എന്റെ ജോലി ഇതോടുകൂടെ കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഒരിക്കലും ഇനി നീ പറയുന്ന കാര്യങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് കടന്നുപോകും. ഒറോച്ചിമാറുവെ കാണുമ്പോൾ തന്നെ ആ 4th ടൈൽ ടെൻഷനാവും. ഇവനാണ് ഞങ്ങളുടെ ഗ്രാമത്തിലെ കുട്ടികളെ എല്ലാം തട്ടിക്കൊണ്ടു പോയത്. അത് കേട്ട് ഒറോച്ചിമാറു അവൻ ഫുൾ കലിപ്പില് അവന്റെ പാമ്പിനെ അതിനെ അവിടെ ക്രിയേറ്റ് ചെയ്യും. ഉടനെ ഓരോ ബീസ്റ്റുകളായിട്ട് ഇപ്പൊ ആ പാമ്പിനെ തല്ലി കൊല്ലാൻ ശ്രമിക്കും. പക്ഷേ ബീസ്റ്റുകളുടെ പവർ അത് വളരെ കുറവായതുകൊണ്ട് തന്നെ ഓരോ തവണ മാത്രമേ അവർക്കതിനെ അറ്റാക്ക് ചെയ്യാൻ കഴിയൂ. അവരെത്രയൊക്കെ അറ്റാക്ക് ചെയ്തിട്ടും അതിനാണെങ്കിൽ യാതൊരു കുലുക്കവും ഉണ്ടാവില്ല. അവസാനം നറൂട്ടോ അവൻ അങ്ങനെ ചാടി വന്ന് ആ പാമ്പിനെ ആഞ്ഞടിക്കും. ആ ഒരു അടിയില് ആ പാമ്പിന്റെ കാറ്റ് പോയി അങ്ങനെ താഴേക്ക് വീഴും. മാത്രമല്ല ഒറോച്ചിമാറും കബൂട്ടോയും അവർ രണ്ടുപേരും ഇപ്പൊ പാമ്പുകളായി മാറും. ഒറോച്ചിമാറു ദേഷ്യപ്പെട്ടു പറയും, നീ എന്റെ പാമ്പിനെ തന്നെ അടിച്ചു കൊന്നല്ലേ, ഒരു കാരണവശാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇപ്പൊ ഞങ്ങൾ പോകുന്നു, ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും നിന്നെ ഞങ്ങളുടെ കയ്യിൽ കിട്ടുമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടുന്ന് അങ്ങനെ കടന്നു പോവും. കട്ട് ചെയ്താ അന്ന് നൈറ്റ് ബീസ്റ്റ് പവറുള്ള എല്ലാവരും ആ ഒരു വലിയ മാൻഷന് മുൻപിൽ അങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ 7th ടൈൽ പറയും, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ആ 3 ടൈലിനെ കണ്ടുപിടിക്കാൻ, പക്ഷെ എന്നെ കൊണ്ട് അവനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. നമ്മളിപ്പോ 8 പേരേ ഉള്ളൂ. 9 ബീസ്റ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ 10 ടൈലുമായിട്ട് അറ്റാക്ക് ചെയ്ത് അതിനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അവർ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. ഗാറ പറയും, നമ്മുടെ മുൻപിൽ അവശേഷിക്കുന്നത് 7 ദിവസമാണ്. അതിനുള്ളിൽ ആ 3 ടൈല് അവനെ കൂടെ കണ്ടുപിടിച്ച് നമ്മുടെ ടീം അത് കംപ്ലീറ്റ് ആക്കണം. അങ്ങനെ അവർ കാര്യമായിട്ട് ആലോചിച്ച് ഇപ്പൊ 2 ടീമായി പിരിഞ്ഞ് 3 ടൈലിനെ അന്വേഷിച്ച് 2 ഭാഗത്തേക്ക് പോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നറൂട്ടോയും ഗാറയും അവർ രണ്ടുപേരും കടലിന്റെ അടുത്തേക്ക് വരും. ഗാറ അവന്റെ കണ്ണ് വെച്ച് കടലിൽ മുഴുവൻ ചെക്ക് ചെയ്യും. പക്ഷേ 3 ടൈലിന്റെ ഒരു പൊട്ടി പോലും അവന് കണ്ടെത്താനാവില്ല. അതിനുശേഷം നറൂട്ടോ അവൻ സേജ് പവർ എടുത്ത് അവിടെ മുഴുവൻ അരിച്ചു പെറുക്കും. പക്ഷെ അവനും യാതൊരു ഇൻഫർമേഷനും ലഭിക്കില്ല. കാട്, മേട്, പുഴകള് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൂടെ ഗാറയുടെ സാൻഡില് അവർ രണ്ടുപേരും അങ്ങനെ 3 ടൈലിനെ അന്വേഷിച്ച് ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കും. അതേസമയം കില്ലർ ബി അവനും അവന്റെ ടീമും കറക്റ്റായിട്ട് 3 ടൈലിനെ കണ്ടുപിടിക്കും. പക്ഷെ 3 ടൈൽ യാഗുറയ്ക്കാണെങ്കിൽ കില്ലർ ബിയെയും ടീമിനെയും തീരെ ഇഷ്ടാവില്ല. അവൻ തുറന്നു പറയും, നിങ്ങളുമായി യാതൊരു ഫ്രണ്ട്ഷിപ്പിനും എനിക്ക് താല്പര്യമില്ല. സ്വന്തം ഗ്രാമത്തിലുള്ളവരെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. പിന്നെങ്ങനെ ഞാൻ നിങ്ങളെ വിശ്വസിക്കും? അതിന് കില്ലർ ബി പറയും, നമ്മളെല്ലാവരും ഒരുപോലത്തെ ആൾക്കാരല്ലേ, സോ നമ്മളെങ്കിലും പരസ്പരം മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് കില്ലർ ബി ഫീസ്റ്റ് ബോംബ് അടിക്കാൻ അവന്റെ കൈ അതങ്ങനെ നീട്ടി നിൽക്കും. അതിന് 3 ടൈൽ അടിച്ചു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ ഫോഴ്സ് ചെയ്ത് ഫീസ്റ്റ് ബോംബ് അടിക്കാൻ ശ്രമിച്ച ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയുമെന്ന് പറഞ്ഞ് അവൻ വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. അത് കണ്ട് കില്ലർ ബി അവനും അവന്റെ സ്ക്വാഡ് ഇപ്പൊ പുറത്തേക്ക് നീട്ടിപ്പിടിക്കും. കില്ലർ ബി പറയും, ഇത് ആക്ച്വലി നമ്മുടെ ഡെസ്റ്റിനിയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. നിന്നെ ഫോഴ്സ് ചെയ്ത് കൂട്ടിക്കൊണ്ടു പോകാനല്ല, മറിച്ച് നല്ലൊരു ഫ്രണ്ടായി കണ്ട് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉടനെ യാഗുറ അവനവന്റെ വെപ്പൻ എടുത്ത് കില്ലർ ബിയെ അറഞ്ചം പൊറഞ്ചം തല്ലും. കില്ലർ ബി ആണെങ്കിൽ അവന്റെ കത്തി താഴെയിട്ട് യാഗുറെ ഒന്നും ചെയ്യാതെ അവന്റെ പഞ്ച് മുഴുവൻ ഏറ്റുവാങ്ങി അങ്ങനെ നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ കാസ്റ്റിൽ കാണിക്കും. 7 ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോ അക്കാസ്കി ടീമും വൈറ്റ് സെറ്റ്സും എല്ലാവരും അറ്റാക്ക് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് നറൂട്ടോയും ടീമും എത്തിക്കഴിഞ്ഞു. പക്ഷെ സമയം ഒരുപാടായിട്ടും കില്ലർ ബിയും ടീമും ഇതുവരെ എത്തിയിട്ടില്ല. അവർ പരസ്പരം ചോദിക്കും, ഇനി ഒരുപക്ഷെ അവർക്ക് ഇനിയും 3 ടൈലിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? അടുത്ത നിമിഷം ആ വൈറ്റ് സെറ്റ്സു ടീം അവരിപ്പോ നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാണ്. അതുകൊണ്ട് നമ്മുടെ ആൾക്കാരും അവരുടെ എബിലിറ്റി ഒക്കെ ഉപയോഗിച്ച് അവരെ പ്രിവെന്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യും. കുട്ടപ്പനാണെങ്കിൽ അവന്റെ റസൻഗൺ ഷുരീങ്കൻ അതൊക്കെ ഉപയോഗിച്ച് ഓരോ വില്ലന്മാരെയായി അങ്ങനെ തല്ലി കൊല്ലുകയാണ്. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ആ വില്ലന്മാര് അവര് ഗൈഡർ സ്റ്റാച്ചു ക്രിയേറ്റ് ചെയ്ത് ആ കാസ്റ്റിൽ അറ്റാക്ക് ചെയ്യാണ്. കുട്ടപ്പനാണെങ്കിൽ അതിനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവനെ കൊണ്ട് അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടാവില്ല എന്ന്. പക്ഷെ അടുത്ത നിമിഷം യാഗുറയും കില്ലർ ബിയും അവരുടെ ടീം അവിടേക്ക് എത്തിക്കഴിഞ്ഞു. അവരാ വില്ലന്മാരെ എല്ലാവരെയും അറഞ്ചം പൊറഞ്ചം തല്ലി ഓടിക്കും. നറൂട്ടോയ്ക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര ആവേശാവും. വാവ്, അങ്ങനെ ഒരു കണക്കിന് എല്ലാവരും എത്തിയെന്ന് പറഞ്ഞ് അവര് കൈകോർത്ത് ഫീസ്റ്റ് ബോംബ് അടിച്ച് ഒരു ഞാട്ടി ഫൈറ്റ്. ഗൈഡർ സ്ട്രെച്ചു ആണെങ്കിൽ വീണ്ടും
വലിയൊരു ടൈൽഡ് ബീസ്റ്റ് ബോംബ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതേസമയം 9 ബീസ്റ്റുകളും അവരങ്ങനെ ചേർന്ന് ഇപ്പോൾ ഒരു പ്രത്യേക ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് 9 ടൈൽഡ് ബീസ്റ്റ് ബോംബുകൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ആ ഒരൊറ്റ ബീസ്റ്റ് ബോംബിന് നേരെ അയക്കുകയാണ്. ആ ഒരു 9 എണ്ണവും ചേർന്ന് ഗൈഡർ സ്റ്റാച്യുവെ അങ്ങനെ തകർത്തില്ലാതാക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ആൾക്കാര് ആ ഒരു വലിയ യുദ്ധത്തില് ജയിച്ചു കഴിഞ്ഞു. പവറൊക്കെ കുറെ ഡ്രെയിൻ ആയി പോയി. ഇപ്പൊ ബീസ്റ്റുകള് അവര് തളർന്ന് താഴെ കിടക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ആ ഒരു ഇൻഫിനിറ്റി സുക്കനോമി കാണിക്കും. ആക്ച്വലി ഇതെല്ലാം ഇൻഫിനിറ്റി സുക്കനോമിയിൽ നടക്കുന്ന വെറും സ്വപ്നങ്ങൾ മാത്രമാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.